കാന്ത എന്ന സിനിമ കണ്ടു. എൻ്റെ മനസ്സിൽ ഇപ്പോൾ ഒറ്റ ചോദ്യമുള്ളൂ. ഇതാണോ നമ്മുടെ ദുൽഖർ സൽമാന്റെ എക്കാലത്തെ മികച്ച പെർഫോമൻസ്? ഞാൻ ഒറ്റ വാക്കിൽ ഉത്തരം തരാം. അതെ, നിങ്ങൾ ഇതുവരെ കണ്ട ദുൽഖർ അല്ല ഈ സിനിമയിൽ. ഈ സിനിമയിലെ മെയിൻ അട്രാക്ഷൻ തന്നെ ദുൽഖറിന്റെ പെർഫോമൻസ് ആണ്. പക്ഷേ ഈ ഒറ്റ പെർഫോമൻസ് മാത്രം മതിയോ കാന്തയെ അദ്ദേഹത്തിന്റെ ഏറ്റവും മികച്ച സിനിമയാക്കി മാറ്റാൻ എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. എന്താണ് കാന്ത? ഇതൊരു സാധാരണ സിനിമയാണെന്ന് നിങ്ങൾ കരുതിയെങ്കിൽ തെറ്റി. ഈ സിനിമ നിങ്ങളെ നേരെ 1950കളിലെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമാ ലോകത്തേക്ക് കൊണ്ടുവന്നെത്തിക്കും. പക്ഷെ ട്വിസ്റ്റ് അതല്ല. ഇതൊരു പീരീഡ് ഇമോഷണൽ ഡ്രാമ മാത്രമല്ല, സെക്കൻഡ് ഹാഫിൽ ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ മൂഡിലേക്കും കഥ മാറുന്നുണ്ട്. ദുൽഖർ ഒരു സൂപ്പർ സ്റ്റാറാണ്. സമുദ്രകന്നി അയാളുടെ പഴയ ഗുരു, പിന്നെ ഇന്നത്തെ ശത്രുവാണ്. ഇവർക്കിടയിലേക്ക് ഒരു പുതിയ നായിക വരുമ്പോൾ സീനാകെ മാറുന്നതാണ് കഥയിലെ മെയിൻ കാര്യം. ഈ സിനിമയുടെ ഫീൽ, സെറ്റ്, ക്യാമറ, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് എല്ലാം ചേർന്ന് നമ്മളെ ആ കാലഘട്ടത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ സിനിമ ഇറങ്ങിക്കഴിഞ്ഞാൽ തമിഴ്നാട്ടുകാർ ദുൽഖറിനെ നടിപ്പ് ചക്രവർത്തി എന്ന് വിളിക്കും. ഇത് പറഞ്ഞ് റാണ ദഗുബാട്ടിയാണ്. പക്ഷേ ദുൽഖറിന്റെ മറുപടി കേട്ടാൽ നമ്മൾ ഞെട്ടും. അതായത്, എനിക്കിപ്പോഴും അഭിനയിക്കാൻ അറിയില്ലെന്ന് പറയുന്നവരുണ്ട്. എനിക്ക് ഈ പേരുകൾ കേൾക്കാൻ പേടിയാണ്. ആ പേടി ഉണ്ടെന്ന് പറഞ്ഞ ദുൽഖർ സൽമാനെയാണ് നമ്മൾ സ്ക്രീനിൽ കാണാൻ പോകുന്നത്. അത്രയ്ക്കും ഗംഭീരമായ, ഒരു പേടിയില്ലാത്ത പെർഫോമൻസ് ആണ് അദ്ദേഹം ഈ സിനിമയ്ക്ക് വേണ്ടി കാഴ്ചവെച്ചിരിക്കുന്നത്. മഹാനടിയോ കുറുപ്പോ എല്ലാം മറന്നേക്കുക, ഇത് വേറെ ലെവൽ അഭിനയമാണ്. ഇത് ദുൽഖറിന്റെ അഭിനയത്തിന് വേറൊരു ലോകമാണ്. ക്യാമറയ്ക്ക് മുന്നിൽ ഒരു സൂപ്പർ സ്റ്റാർ ആയിട്ടും ക്യാമറയ്ക്ക് പിന്നിൽ ഈഗോയും ഇൻസെക്യൂരിറ്റിയും നിറഞ്ഞ ഒരു സാധാരണ മനുഷ്യനായിട്ട് ദുൽഖർ ജീവിക്കുകയാണ്. ക്ലൈമാക്സിൽ ഒരു ഗംഭീര സീനുണ്ട്. നിങ്ങൾ സീറ്റിൽ എഴുന്നേറ്റ് കൈയടിക്കും. ഈ ഒരൊറ്റ പ്രകടനത്തിന് നാഷണൽ അവാർഡ് കിട്ടിയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. അപ്പോൾ ഈ സിനിമ 100% പെർഫെക്റ്റ് ആണോ? അല്ല, അങ്ങനെ എനിക്ക് പറയാൻ കഴിയില്ല. കാരണം ദുൽഖറിനെ കൂടാതെ സമുദ്രഖനിയും പുതുമുഖമായ ഭാഗ്യശ്രീയൊക്കെ സ്ക്രീനിൽ അടിപൊളിയായിട്ട് നല്ല തീയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പക്ഷേ ഒരു പ്രശ്നമുണ്ട്. കാരണം ഒരു ആദ്യ പകുതി വരെ ഒരു ലക്ഷ്യമില്ലാത്ത ഡ്രാമയാണ്. ഇമോഷൻസ് ഒക്കെ ഉണ്ടത്. പക്ഷേ അത് നമ്മളിലേക്ക് സെറ്റ് ആകുമ്പോഴത്തേനും അതിൻ്റെ രണ്ടാം പകുതിയിലേക്ക് പെട്ടെന്ന് ഒരു ഇൻവെസ്റ്റിഗേഷൻ മൂഡിലേക്ക് ചാടുമ്പോൾ നമുക്കൊരു സ്പീഡ് ബ്രേക്കർ പോലെ തോന്നും. പിന്നെ കഥയുടെ ഒഴുക്ക് അവിടെ ചെറുതായിട്ട് മാറുന്നുണ്ട്. കഥ ഒരു മീഡിയം പേസിൽ, സ്ലോ അല്ല, മീഡിയം പേസിലാണ് പോകുന്നത്. റാണ ദഗവതിയുടെ കഥാപാത്രം കൊള്ളാം. അദ്ദേഹത്തിന്റെ നല്ല പെർഫോമൻസ് ആണ്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പക്ഷേ സിനിമയുടെ മൊത്തത്തിലുള്ള മൂഡുമായിട്ട് അദ്ദേഹത്തിന്റെ കഥാപാത്രം അത്ര ചേരുന്നില്ല എന്നൊക്കെ ചിലർ പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഏറ്റവും വലിയ ചോദ്യത്തിലേക്ക് തിരിച്ചു വരാം. ഇതാണോ ദുൽഖറിന്റെ കരിയർ ബെസ്റ്റ്? അഭിനയം മാത്രം നോക്കിയാൽ ഒരു സംശയവും വേണ്ട, ഇതാണ് ദുൽഖറിന്റെ ഏറ്റവും ബെസ്റ്റ്. ഇതുവരെ ഇറങ്ങിയ സിനിമ ദുൽഖറിന്റെ ഏറ്റവും ബെസ്റ്റ് അഭിനയമാണ്. TK മഹാദേവൻ എന്ന കഥാപാത്രം ദുൽഖറിന്റെ വൺ മാൻ ഷോ ആണ്. പക്ഷേ ഒരു സിനിമ എന്ന നിലയിൽ നോക്കുമ്പോൾ കഥയിലെ ഈ ചെറിയ പ്രശ്നങ്ങളൊക്കെ കാരണം എക്കാലത്തെയും ഏറ്റവും മികച്ച സിനിമയുടെ ലിസ്റ്റിലേക്ക് കാന്ത എത്തുമോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. പക്ഷേ ഇതൊരു മോശം സിനിമയല്ല കേട്ടോ. പറഞ്ഞു വന്നത് ചില വ്യക്തിപരമായ എനിക്ക് തോന്നിയ ചില അഭിപ്രായങ്ങൾ മാത്രമാണ്. നിങ്ങൾ തിയേറ്ററിൽ പോയി കണ്ടില്ലെങ്കിൽ നിങ്ങൾക്ക് നഷ്ടപ്പെടാൻ പോകുന്ന ദുൽഖറിന്റെ എക്കാലത്തെ മികച്ച പെർഫോമൻസുകൾ ഒന്നാണ്. ഒരു നടൻ എന്ന രീതിയിൽ ദുൽഖർ എന്തുമാത്രം വളർന്നു എന്ന് കണ്ട് ഞെട്ടാൻ നിങ്ങൾ റെഡിയാണെങ്കിൽ ഒന്ന് ടിക്കറ്റ് എടുത്ത് നോക്ക്. ഇനി കാന്ത കണ്ടവർ പറയൂ, ഡിക്വിന്റെ കരിയർ ബെസ്റ്റ് പെർഫോമൻസ് ആയിട്ട് തോന്നിയോ? അതുപോലെ സെക്കൻഡ് ഹാഫിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? എല്ലാവരും അഭിപ്രായം പറയണം. നമുക്ക് അടുത്ത വീഡിയോ കാണാം. താങ്ക്